തിരുവനന്തപുരം വെള്ളായണി ദേവീക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് കെഎസ്ഇബി. കുടിശ്ശിക വരുത്തിയ ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്നാണ് ക്ഷേത്രത്തിലെ ഫ്യൂസ് ഊരിയത്. അതേസമയം തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ഉപദേശക സമിതി സെക്രട്ടറിക്കും പ്രസിഡന്റിനും ദേവസ്വം ബോർഡ് നോട്ടീസ് അയച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് വെള്ളായണി ദേവീക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം കെഎസ്ഇബി വിച്ഛേദിച്ചത്. ബില്ല് കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് 2 തവണ നോട്ടീസ് നൽകിയെങ്കിലും ദേവസ്വം ബോർഡ് തുക അടയ്ക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. 96,426 രൂപയാണ് കുടിശ്ശികയായി അടയ്ക്കാനുള്ളത്. അതേസമയം കുടിശ്ശിക വരുത്തിയ ബില്ല് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം മുൻ ഉപദേശക സമിതി സെക്രട്ടറിക്കും പ്രസിഡന്റിനും ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകി. മുൻ ഉപദേശക സമിതിയും ദേവസ്വം ബോർഡുമായുള്ള തർക്കം നിലനിൽക്കുന്നതിനാൽ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് ദേവസ്വം ബോർഡ് ബില്ലടയ്ക്കാത്തതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. മുൻ ഉപദേശക സമിതി സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടാണ് 2024 ഡേറ്റില് കൊടുക്കുന്നത്. ആ നിലവിൽ 2031/1/2023 ഉത്സവ ഉപദേശക സമിതി നിലവിലുണ്ട്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ഉടായ്പ കാണിച്ചാണ് ഒരു ലെറ്റർ കൊടുത്തേക്കുന്നതെന്ന്. എന്നിട്ട് താങ്കളുടെ പേരിലുള്ള കണക്ഷൻ എന്റെ പേരിൽ വന്നിട്ടുള്ള കണക്ഷന്റെ തുക അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അയാള് നിയമ എലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും മുൻ ഉപദേശക സമിതി സെക്രട്ടറിയുടെ പേരിൽ കണക്ഷൻ ഇല്ല. നിലവില് പണ്ടത്തെ സെക്രട്ടറിയുടെ പേരിലാണ് കണക്ഷൻ. അപ്പൊ അതിൽ നിന്ന് അതുപോലെ മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ ഇവിടുത്തെ നിലവിലെ സബ് ഗ്രൂപ്പ് ഓഫീസർ തിരിച്ചുവിട്ട ഉപദേശക സമിതിയുടെ സെക്രട്ടറിക്ക് ലെറ്റർ കൊടുത്തിരിക്കുന്നത്. രാത്രിയായതോടെ ക്ഷേത്ര പരിസരത്ത് ഇരുട്ടി വ്യാപിച്ചതിനെ തുടർന്നാണ് പ്രദേശവാസികൾ വിവരമറിയുന്നത്. നിലവിൽ ജനറേറ്ററിന്റെ സഹായത്താലാണ് ക്ഷേത്ര പരിസരം. ക്ഷേത്രത്തിലേക്ക് വെളിച്ചമെത്തിക്കുന്ന നടപടി ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഭക്തർ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.